നമ്മളിന്ന് കുറേ വെജിറ്റബിൾസും കൊണ്ടൊരു നല്ല ഹെൽത്തി ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഞാനൊരു 4 മണി പലഹാരം എന്നുള്ള രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കണ്ടല്ലോ, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തേക്കുന്നതിൽ ഇച്ചിരി അധികം ക്യാരറ്റും ബ്രോക്കോളി എടുത്തിട്ടുണ്ട്, കാരണം പിള്ളേർക്ക് അത് ഇച്ചിരി ഇഷ്ടം കൂടുതലുണ്ട്. പിന്നെ ഇതാ ഇതേപോലെ നമുക്കിടെ ഉരുളക്കിഴങ്ങ് ഞാൻ ആദ്യം ഒരു പാത്രത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വെച്ചു, കൂടെ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ പാത്രത്തിൽ തന്നെ ആവിയിൽ ബാക്കി വെജിറ്റബിൾസും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്, കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. നമ്മൾ പച്ചക്കറിയൊക്കെ വേവിച്ച് അടുപ്പിൽ നിന്ന് വാങ്ങിയപ്പോഴത്തേക്കും പിള്ളേർ സ്കൂൾ വിട്ട് വന്നു. ഇതേ കണ്ടപ്പോൾ തന്നെ കണ്ടോ, അവരതിൽ നിന്ന് ഓരോന്നെടുത്ത് പറക്കി തിന്നു തുടങ്ങി. പക്ഷേ ഈ നമുക്കടെ പരിപാടി ഇവിടെ കഴിയുന്നില്ല, കുറച്ച് പരിപാടിയും കൂടെ ബാക്കിയുണ്ട്. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഉപ്പിട്ട് വേവിച്ച് പച്ചക്കറി ആണെങ്കിലും കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അതാ നമ്മളൊരു ചട്ടിയിലിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാനിപ്പോൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല. മുട്ടയുടെ കാര്യം തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, കുറച്ചും കൂടെ ടേസ്റ്റൊക്കെ കൂടുതലുണ്ടാവും. ഇങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചു. അതിന് ശേഷം നമുക്കിടെ പച്ചക്കറികൾ ചേർത്ത് കൊടുത്തു. ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതാ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അതാ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ സംഭവം സെറ്റായി, നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, ഒരു നല്ല കാപ്പിയൊക്കെ കുടിച്ച് വാർത്തയൊക്കെ കണ്ട് നമുക്കിതങ്ങ് കഴിക്കാം. ഇത് പിള്ളേർക്കെന്ന് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡാണ്. ഇതേ കണ്ടോ, നമ്മുടെ ആനേനെയൊക്കെ കരക്കി കയറ്റി ആ വാർത്തയൊക്കെ കണ്ടുകൊണ്ട് ഇതങ്ങ് കഴിക്കുക. പിന്നെ ഇതിൻ്റെ റെസിപ്പി എവിടെയും പോയി അന്വേഷിച്ചിട്ട് കാര്യമില്ല, എങ്ങും കിട്ടത്തില്ല, സ്വന്തം കണ്ടുപിടുത്താണ്.